ഇവിടെ സ്തോത്രം അങ്ങനെ ഉയർത്തെഴുന്നേറ്റവർ, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നവർ, അവർക്ക് ലോകത്തെ നോക്കാൻ പറ്റത്തില്ല. അവർക്ക് ലോകത്തെ നോക്കിയാൽ ഒന്നും കിട്ടത്തില്ല, കിട്ടിയാലും താൽക്കാലികമായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ലോത്ത് അതാണ്. ലോത്ത് കീപ്പോട്ട് നോക്കിപ്പോയി, അബ്രഹാം മുകളിലേക്ക് നോക്കിപ്പോയി. സ്തോത്രം. കീഴിലേക്ക് നോക്കിപ്പോയപ്പോൾ കിട്ടിയതെല്ലാം നല്ലതായിരുന്നു, പക്ഷെ ഒന്നും നിലനിന്നില്ല. സ്തോത്രം. ലോത്തിനെയും കുടുംബത്തെയും കൂടെ കൊണ്ടുപോയി അത്. പ്രൈസ് ഗോഡ്. എന്നാൽ അബ്രഹാം ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ അവനുണ്ടായിരുന്നതൊക്കെ പോയി. പക്ഷേ ലോത്തിന്റെ കഴിഞ്ഞും അവനെ വർദ്ധിപ്പിച്ച് തലമുറകൾ ഓർക്കത്തക്കവണ്ണം ഇന്നും അബ്രഹാമിനെ കുറിച്ച് പറയത്തക്കവണ്ണം അബ്രഹാമിനെയും അവന്റെ സന്തതികളെയും അനുഗ്രഹിച്ച ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അപ്പോ സ്തോത്രം, നമുക്കുള്ള കരുതലുകൾ മുഴുവൻ ഉയരത്തിലാണ്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ് നമ്മുടെ ഉയരത്തിലുള്ള കരുതലുകൾക്ക് 8 പ്രത്യേകതകളുണ്ട്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. സ്തോത്രം. ഉയരത്തിലുള്ള കരുതലുകൾക്ക് സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ അറിവുകളെല്ലാം, സ്തോത്രം, അത് ലോകത്തിന് മറച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ദൈവം മറച്ചു സൂക്ഷിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ്. അവിടെ 8 കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത് നിർമ്മലമാണ്, പ്യുവർ. സ്തോത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മലം എന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും ഒന്നും കളയാനില്ല, അതിനകത്ത് മായമില്ല, അതിനകത്ത് വ്യാജമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒരാലോചന തന്നാൽ, ദൈവം ഒരു വാക്ക് തന്നാൽ അതിന്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നാമത്തേത് നിർമ്മലം. രണ്ടാമത്തേത് പിന്നെ സമാധാനം. സ്തോത്രം, ഹല്ലേലൂയ. ഇനി ഇംഗ്ലീഷിൽ ഇട്ടിരിക്കുന്ന പീസ് ലവിങ്. പ്രൈസ് ഗോഡ്. പീസ് ലവിങ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ സമാധാനം അന്വേഷിക്കുന്ന, സമാധാനത്തെ സ്നേഹിക്കുന്ന. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ ഉയരത്തിലെ ചിന്ത, സ്തോത്രം, ഉയരത്തിൽ നമുക്ക് തരുന്നതെല്ലാം സമാധാനമുള്ള കാര്യങ്ങളാണ്. ലോകം സമാധാനം കെടുത്തുമ്പോൾ, സ്തോത്രം, സമാധാനപ്രിയരായി ജീവിക്കത്തക്കവണ്ണം നമ്മെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്.